സിന്ധു നദീജല കരാർ മറവിപ്പിച്ചതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി ഭാരതം. പാകിസ്ഥാൻ ഭീകരവാദത്തിനുള്ള പിന്തുണ അവസാനിപ്പിക്കാതെ ചർച്ചകളെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം ഭീഷണികൾക്കും വ്യാജ പ്രചാരണങ്ങൾക്കും മുന്നിൽ ഭാരതം വഴങ്ങില്ലെന്നും നിലപാടെടുത്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെയും വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. India's position on the Indus Waters Treaty is consistent. IWT stands in abeyance in response to Pakistan's continued sponsorship of cross-border terrorism. Pakistan must credibly and irrevocably abjure its support for cross-border terrorism. On Afghanistan, we had strongly condemned the airstrikes that happened from Pakistan into Afghanistan, in which several civilian lives, including women and children, were lost. We had offered our condolences on the passing away of precious lives, and we had also at the same time reiterated our strong support for the territorial integrity and sovereignty of Afghanistan. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഭാരതം ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്തതാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഭീകരവാദമായിക്കോട്ടെ ജലമായിക്കോട്ടെ വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന്. അതുതന്നെയാണ് ഒരിക്കൽ കൂടി ഭാരതം പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് വിദേശകാര്യ മന്ത്രാലയം വിശദീകരിച്ചു? അയൽ രാജ്യങ്ങളിൽ ഭീകരവാദം വിതയ്ക്കുകയും സമാധാനം തകർക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ നടപടികൾക്കെതിരെ കടുത്ത നിലപാടാണ് ഭാരതം സ്വീകരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ജനവാസ മേഖലയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ ഭാരതം അപലപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഭാരതം അനുശോചനം രേഖപ്പെടുത്തി. മാത്രമല്ല, അഫ്ഗാന്റെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും ഭാരതം പിന്തുണ നൽകുന്നതായി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയുണ്ടായി. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാളാണ് ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തിയത്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ ധിക്കാരത്തിന് ജലനയത്തിലൂടെ ശക്തമായ മറുപടി നൽകിയ ഭാരതത്തിന്റെ നിലപാടിൽ രാജ്യം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് സൂചിപ്പിക്കുന്നത്. സിന്ധു നദീജല കരാറിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും യുദ്ധഭീഷണികൾ ഉയരുന്നുണ്ടെങ്കിലും രാജ്യസുരക്ഷയുടെയും നയതന്ത്രത്തിന്റെയും കാര്യത്തിൽ ഭാരതം ഒരടി പോലും പിന്നോട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഒരിക്കൽ കൂടി ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ശരി നന്ദൻ, എന്തായാലും സിന്ധു നദീജല കരാറിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് ഭാരതം ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് എസ് നന്ദഗോപനാണ്.